നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഈ തറാവീഹ്, ഇനി നമ്മൾ തറാവീഹിന്റെ ആ പേരാണ് പറയുന്നത്, തറാവീഹിനെ പറ്റിയാണ് ഞാൻ മുന്നിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് ഇന്നൊരു വലിയ ചർച്ചാ വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് എത്രയാണ് നിസ്കരിച്ചത്? പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. തറാവീഹ് 11 റക്അത്ത് നിസ്കരിക്കുന്നവരും 23 നിസ്കരിക്കുന്നവരും 36, 46, 49 ഒക്കെ നിസ്കരിക്കുന്ന ആളുകളുണ്ട്. തറാവീഹ് 11 നിസ്കരിക്കുന്ന ആളുകളെ ഈ സമൂഹത്തിലെ തിരുത്തൽവാദികളായിട്ടാണ് ചില ആളുകൾ പരിചയപ്പെടുത്താറുള്ളത്. അവർ ഇസ്ലാമിലെ നിസ്കാരം വെട്ടിച്ചുരുക്കിയെന്ന്, 23 റക്അത്ത് തറാവീഹ് ഉണ്ടായിരുന്നത് അവർ 11 വെട്ടിച്ചുരുക്കിയെന്നും, ലാഭത്തിന് വേണ്ടി ഇസ്ലാമിൽ കൈക്രിയ നടത്തിയ ശരീഅത്ത് വിരോധികളാണ് മുജാഹിദുകളെന്നും പല ആളുകളും പ്രസംഗിക്കാറും എഴുതിവിടാറും പ്രചരിപ്പിക്കാറുമുണ്ട്. തന്നെയുമല്ല, അവർ പുതിയതായിട്ട് 921 ശേഷം കേരളക്കരയിൽ കൊണ്ടുവന്ന വാദമാണ് ഈ 11 റക്അത്തിന്റെ വാദമെന്നും 20 റക്അത്ത് 23 റക്അത്ത് തറാവീഹ് നിസ്കരിക്കൽ ലോക മുസ്ലിമീങ്ങളിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്തവണ്ണം ഇജ്മാഅാണെന്നുമൊക്കെ ചില ആളുകൾ പ്രസംഗിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു തർക്കമുണ്ടാകുമ്പോ വസ്തുത എന്താണെന്ന് വസ്തുനിഷ്ഠമായി മനസ്സിലാക്കിയിരിക്കൽ നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് പ്രവാചകൻ ഇതിനുവേണ്ടി പ്രത്യേകം പ്രോത്സാഹനം നടത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, മറ്റു കാലങ്ങളിലൊക്കെയുള്ള ഈ നിസ്കാരം റമദാനിലാകുമ്പോൾ പ്രവാചകൻ ഇതിന് പ്രത്യേകം പ്രോത്സാഹനം നടത്തിയെന്ന്. അങ്ങനെ ഈ നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് 3 ദിവസമാണ് പള്ളിയിൽ ജമാഅത്തായി നിർവഹിക്കപ്പെട്ടത്. ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ് ആ സംഭവം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അവർ പറയുന്നു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലാ ഫിൽ മസ്ജിദി, നബി ഒരിക്കൽ റമദാനിൽ പള്ളിയിൽ നിസ്കരിച്ചു. ഫസല്ലാ ബിസലാത്തിഹി നാസുൻ, കുറെ ആൾക്കാരും നബിയെ തുടർന്നുകൊണ്ട് നിസ്കരിച്ചു. സുമ്മ സല്ല സാനിയ, 2ാം ദിവസവും റസൂലുള്ളാഹി നിസ്കരിച്ചു. ഫകസുറൻ നാസ്, ജനങ്ങൾ കൂടുകയാണ്. ആദ്യത്തെ ദിവസത്തേക്കാൾ ജനങ്ങൾ പള്ളിയിൽ കൂടി. സുമ്മ ജ്തമഉ മിനൽ ലൈലത്തി സാലിസ അവ റാബിഅ, 3ാമത്തെ ദിവസം അല്ലെങ്കിൽ 4ാമത്തെ ദിവസം പിന്നെയും അവർ ഒരുമിച്ച് കൂടി. ആളുകൾ പള്ളിയിൽ നിറഞ്ഞു, സ്ഥലമില്ലാതായി. ആ ദിവസം ഫലം യഖ്റുജു ഇലൈഹിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ നബി കരീം 2-3 ദിവസം നിസ്കരിക്കാൻ വന്ന നബി 4ാമത്തെ ദിവസം നിസ്കരിക്കാൻ വന്നില്ല. നബി പള്ളിയിൽ വരുന്നില്ല. എന്ന് ചെയ്തിട്ടും ഫലമ്മാ അസ്ബഹ, ജനങ്ങളൊക്കെ കാത്തിരിക്കുകയാണ്. സുബഹി വരെ പള്ളിയിൽ തന്നെ ഇരുന്നു ആൾക്കാർ. ഫലമ്മാ അസ്ബഹ, സുബഹിയായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് വന്നിട്ട് പറഞ്ഞു, റഅയ്തുല്ലദീ സനഅതും, നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. വളരെ ആവേശത്തോടുകൂടെ നിങ്ങൾ പള്ളിയിൽ നിറഞ്ഞിരിക്കുകയാണ് നിസ്കാരത്തിന് വേണ്ടി, അത് ഞാൻ മനസ്സിലാക്കുന്നു. ഫലം യംനഇനി മിനൽ ഖുറൂജി ഇലൈക്കും, നിങ്ങളിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി വരാൻ എനിക്ക് തടസ്സമുണ്ടായ സംഗതി ഇല്ലാ അന്നീ ഖശീതു, ഞാൻ ഭയപ്പെട്ടുപോയി. അൻ തഫ്തരിദ അലൈക്കും, നിങ്ങളുടെ ഈ ആവേശം കണ്ടിട്ട് പടച്ചതമ്പുരാൻ ഈ നിസ്കാരം നിങ്ങളുടെ മേൽ ഫർദാക്കിയേക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ 3 ദിവസം നബി നിസ്കരിക്കാൻ വന്നു. 4ാമത്തെ ദിവസം നിസ്കരിക്കാൻ വരാത്തത് എന്തുകൊണ്ടാ? പള്ളിയിൽ വെച്ച് ജമാഅത്ത് നിസ്കാരം പാടില്ല എന്നുള്ളത് കൊണ്ടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെട്ടത് ഈ ആവേശം കണ്ടിട്ട് പടച്ചോനിതാണ് ഫർദാക്കിയ എന്റെ ഉമ്മത്തിനത് കഴിയാതെയാകും. ഇങ്ങനെ നിസ്കരിക്കാൻ ദൈർഘ്യമേറിയ രാത്രി നിസ്കാരം ഫർദാക്കിയാൽ അതെന്റെ ഉമ്മത്തിന് സഹിക്കാൻ കഴിയാതാകും. അതുകൊണ്ട് അവരതിൽ വിമുഖത കാണിക്കുമ്പോൾ ഇസ്ലാമിന് നിർബന്ധമായ കാര്യങ്ങൾ ഒഴിവാക്കുന്നതിൽ പിന്നെ അവർക്കൊരു പ്രശ്നമില്ലാതായി മാറും. അത് ഞാൻ ഭയപ്പെട്ടുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മരണത്തോടുകൂടെ ഈ പേടി അവസാനിച്ചു. എന്താ കാരണം? നബി മരിച്ചതിന്റെ ശേഷം ഇനി ഒരു പുതിയൊരു ഫർദ് നിസ്കാരത്തിന്റെ വഹിയുമായിട്ട് ജിബ്രീൽ ഇറങ്ങി വരില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലശേഷം ആ പേടില്ല. അങ്ങനെ ഫതൂഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ അംറു അലാ ദാലിക, ഇതേ രൂപത്തിലായിക്കൊണ്ട് തന്നെ റസൂലുള്ളാഹി മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ പിന്നെ പള്ളിയിൽ മെയിനായിട്ടുള്ള ജമാഅത്ത് നടത്തിയില്ല നബി. ആൾക്കാരിങ്ങനെ ഒറ്റക്ക് നിസ്കരിക്കും, ചില ആൾക്കാർ 3-4 ആൾക്കാരൊക്കെ കൂടിയിട്ട് നിസ്കരിക്കും. അങ്ങനെ ഒറ്റയായും കൂട്ടമായിട്ടൊക്കെ പള്ളിയിൽ വെച്ച് ഇങ്ങനെ ഈ നിസ്കാരം നടത്തും. നബി അതിന് നേതൃത്വം കൊടുത്തില്ല. സുമ്മ കാനൽ അംറു അലാ ദാലിക ഫീ ഖിലാഫത്തി അബീ ബക്കർ, പിന്നെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലത്തും ഇത് തന്നെയായിരുന്നു അവസ്ഥ. പള്ളിയിൽ വെച്ച് മൊത്തത്തിലൊരു ജമാഅത്തില്ല, ആൾക്കാരൊക്കെയായും വ്യക്തിയായും ഈ നിസ്കാരം നിർവഹിക്കുന്നുണ്ട്. വസദറൻ മിൻ ഖിലാഫത്തി ഉമറ, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണത്തിന്റെ ആദ്യ കാലഘട്ടത്തിലും ഇത് തന്നെയായിരുന്നു സംഭവം.
ഇപ്പൊ ഈ ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഖിയാമു റമദാനിന് നബി പ്രത്യേകം പ്രേരണ നൽകിയിട്ടുണ്ട്. രണ്ടാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതകാലത്ത് തന്നെ പള്ളിയിൽ വെച്ച് കുറച്ചു ദിവസം അത് ജമാഅത്തായി നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. മൂന്നാമതായി മനസ്സിലാക്കാനുള്ളത്, പ്രത്യേക കാരണം പറഞ്ഞാണ് റസൂലുള്ള ജമാഅത്ത് നിർത്തിവെച്ചത്, ഫർളാക്കുമോ എന്നുള്ള ഭയം. അത് പ്രവാചകന്റെ മരണത്തോടുകൂടെ ആ ഭയം തീരുകയും ചെയ്തു. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്, എത്ര റക്അത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 3 ദിവസങ്ങളിൽ നിർവഹിച്ചത് എന്നാണ്. ബുഖാരിയിൽ നമുക്കത് പരിശോധിച്ച് നോക്കിയാൽ പ്രവാചകൻ ഈ 3 ദിവസം പള്ളിയിൽ നിന്ന് ജമാഅത്തായി നിർവഹിച്ച നിസ്കാരത്തിന്റെ റക്അത്ത് എത്രയാണെന്ന് ബുഖാരിയിലില്ല. എന്നാൽ മറ്റു ചില റിപ്പോർട്ടുകളിൽ ആ ദിവസത്തെ നിസ്കാരത്തെ സംബന്ധിച്ചല്ലെങ്കിലും ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് സ്വഹാബത്ത് ചോദിച്ചിട്ടുണ്ട്. ഇത് അബൂ സലമത്ത് ബിൻ അബ്ദുറഹ്മാൻ ഒരു താബിഈയായ മനുഷ്യനാണ്. അന്നഹു സഅല ആയിഷ റളിയല്ലാഹു തആല അൻഹ كيف كانت صلاة رسول الله صلى الله عليه وسلم في رمضان فقالت ما كان رسول الله صلى الله عليه وسلم يزيد في رمضان ولا في غيره على 11 ركعة يصلي 4 فلا تسأل عن حسنهن وطولهن ثم يصلي 4 فلا تسأل عن حسنهن وطولهن ثم يصلي 3 رواه البخاري. ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് തന്നെയാണ് ചോദിക്കുന്നത്. ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കണ്ടിട്ടില്ലാത്ത അബൂ സലമ എന്ന പേരുള്ള താബിഈയായ മനുഷ്യൻ ചോദിക്കുകയാണ് ആയിഷ ബീവിയോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ റമദാനിലെ നിസ്കാരം എങ്ങനെയായിരുന്നു? ഇതാണ് ചോദ്യം. ആയിഷ ബീവിയോടാണ് ചോദിക്കുന്നത്, റസൂലുള്ളാഹിന്റെ റമദാനിലെ നിസ്കാരം എങ്ങനെയായിരുന്നു? ഫഖാലത്ത്, അവർ മറുപടി കൊടുത്തു, ചോദിച്ചതിലും അപ്പുറമാണ് മറുപടി കൊടുത്തത്. മാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി അലാ 11 റക്അ. നബി തിരുമേനി റമദാനിലും അല്ലാത്ത കാലത്തും, റമദാൻ മാസത്തിൽ മാത്രമാണ് ചോദിച്ചത്, മറുപടി കൊടുക്കുന്നത് എല്ലാ കാലത്തേക്കും കൂടിയാണ്. റമദാനിലും അല്ലാത്ത കാലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 11 റക്അത്തിനേക്കാൾ അധികരിപ്പിച്ചിട്ടില്ല. യുസല്ലി, അതെങ്ങനെയാണ് നിസ്കരിക്കാറുള്ളത്? യുസല്ലി 4 നിസ്കരിക്കും. ഫലാ തസ്അൽ അൻ ഹുസ്നിഹിന്ന വതൂലിഹിന്ന, ആ 4 റക്അത്ത് നിസ്കാരത്തിന്റെ ഭംഗിയും ദൈർഘ്യവുമൊന്നും നീ എന്നോട് ചോദിക്കണ്ട. പറയാൻ പറ്റാത്തത്ര, സാധിക്കാത്തത്ര ദൈർഘ്യമേറിയ ഭംഗിയേറിയ നിസ്കാരമായിരുന്നു അത്. പിന്നെയും 4 നിസ്കരിക്കും, പിന്നെ 3 റക്അത്ത് നിസ്കരിക്കും. ഇങ്ങനെ 8ഉം 3ഉം 11 റക്അത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലും അല്ലാത്ത കാലത്തും നിർവഹിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ 2 സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് ആയിഷ ബീവിയാണ്. നബി 3 ദിവസം പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിച്ചു എന്ന ഹദീസ് പറയുന്നതും 11നേക്കാൾ റമദാനിലും അല്ലാത്ത കാലത്തും വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നില്ല എന്ന സംഭവവും റിപ്പോർട്ട് ചെയ്യുന്നത് ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ്. അതുകൊണ്ട് അവർക്ക് ഈ കാര്യത്തിൽ നല്ല പരിചയവും അറിവുമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ രാത്രി നിസ്കാരത്തെ സംബന്ധിച്ച് റക്അത്തിനെ പറ്റിയാണ് ആര് ചോദിക്കുന്നത്? അബൂ സലമ എന്ന താബിഈ ചോദിക്കുന്നത്, എത്ര റക്അത്താണ് നബി നിസ്കരിക്കാറുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ രാത്രി നമസ്കാരത്തിന്റെ റക്അത്തുകളുടെ എണ്ണം 11ൽ കൂടുതലാവാറുണ്ടായിരുന്നില്ല എന്ന് ആയിഷ ബീവി പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ ആ 3 ദിവസത്തെ നിസ്കാരവും 11 എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആയിഷ ബീവിയാണ് രണ്ടും പറയുന്നത്. നബി ജീവിതത്തിൽ 11നേക്കാൾ റമദാനിലും അല്ലാത്ത കാലത്തും അധികരിപ്പിച്ചിട്ടില്ല എന്ന സഹീഹായ ബുഖാരിയുടെ റിപ്പോർട്ടിൽ നിന്ന് നബി ആ 3 ദിവസം വന്ന് പള്ളിയിൽ ജമാഅത്തായി നിസ്കരിച്ചതും 11 റക്അത്ത് തന്നെയാണ് എന്ന് വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി ആ ദിവസത്തെ തന്നെ, ആ 3 ദിവസത്തെ തന്നെ നിസ്കാരത്തെ സംബന്ധിച്ച് മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് ബുഖാരിയിലല്ല, അത് നമുക്ക് ഇബ്നു നസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തബറാനി അദ്ദേഹത്തിന്റെ മുഅ്ജമുസ് സഗീറിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഫത്ഹുൽ ബാരിയിൽ 3-ാം വാള്യം 10ാമത്തെ പേജിലും ബൽഖീസ് എന്ന കിതാബിൽ 119ാമത്തെ പേജിലുമൊക്കെ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്ത് ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ആരാണ് ആ സംഭവം പറയുന്നത്? ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു തആല അൻഹു സ്വഹാബിയാണ്. അദ്ദേഹം പറയുന്നു, صلى بنا رسول الله صلى الله عليه وسلم في شهر رمضان 8 ركعات وأوترا. നബി ഞങ്ങളെയും കൊണ്ട് റമദാനിൽ 11 റക്അത്ത് നിസ്കരിച്ചു. فلما كانت قابلة اجتمعنا في المسجد.
പിറ്റേ ദിവസം ഞങ്ങൾ പള്ളിയിൽ കുറെ സമയം കാത്തിരുന്നു. വറജൗന അൻ യഖ്റുജ, നബി പുറത്തു വരുമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. ഫലം നസൽ ഫീഹി ഹത്താ അസ്ബഹന, സുബ്ഹിയാകും വരെ ഞങ്ങൾ പള്ളിയിൽ തന്നെ കാത്തിരുന്നു. പക്ഷേ നബി വന്നില്ല. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് നബി വരാത്തതിനെപ്പറ്റി ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത്, ഇന്നി ഖശീതു അൻ യുക്തബ അലൈക്കും, ആ നിസ്കാരം നിങ്ങളുടെ മേൽ ഫർളാക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെട്ടുവെന്ന്. അപ്പൊ ഈ റിപ്പോർട്ടിൽ അന്ന് നിസ്കരിച്ചത് 11 റക്അത്തായിരുന്നുവെന്ന് ആ നിസ്കാരത്തിൽ പങ്കെടുത്ത ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അവ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 11 റക്അത്താണ് രാത്രി നമസ്കാരം റമദാനിലും അല്ലാത്ത കാലത്തും നിർവഹിച്ചിട്ടുള്ളത്. ഇനി മനസ്സിലാക്കാനുള്ളത്, നബി 20 റക്അത്തും വിത്റും നിസ്കരിച്ചു എന്ന് ചില ഹദീസുകളിലുണ്ട്. നബി റമദാനിൽ 23 റക്അത്ത് നിസ്കരിച്ചുവെന്ന് ചില റിപ്പോർട്ടുകളിലുണ്ട്. ആ റിപ്പോർട്ടുകളെ സംബന്ധിച്ച് ശാഫിഈ മദ്ഹബിലെ തന്നെ പണ്ഡിതന്മാർ, ഉദാഹരണമായി ഇബ്നു ഹജർ അൽ-അസ്ഖലാനി അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരി 4-ാം വാള്യം 205-206 പേജുകളിൽ, അതേപോലെ തന്നെ ഇമാം സുയൂത്തി അദ്ദേഹത്തിന്റെ അൽ ഹാവിയിൽ ഫത്താവ 1-ാം വാള്യം 347-ാം പേജിൽ, അതേപോലെ തന്നെ ഇബ്നു ഹജറുൽ ഹൈതമി അദ്ദേഹത്തിന്റെ ഫത്താവൽ കുബ്ര 1-ാം വാള്യം 194-195 എന്നീ പേജുകളിലും ആ ഹദീസ് ഒക്കെ ദഈഫാണ് പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് ഈ മൂന്നാളുകളുടെ പേര് പറഞ്ഞത്? സാധാരണയായി നമ്മളെപ്പറ്റി ഒരു പരാതി പറയാറുണ്ട്. റസൂലുള്ള 20 നിസ്കരിച്ചിട്ടുണ്ട് എന്നതിനെ നിഷേധിക്കുന്നത് പുത്തൻവാദമാണ്. പുത്തൻവാദികളാണ് അങ്ങനെ ചെയ്യുന്നത്. അവർ ഇസ്ലാമിലെ തിരുത്തൽവാദികളാണ്. റസൂലുള്ള 20 നിസ്കരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്കെതിരെ ആക്ഷേപിക്കാറുണ്ട്, നിങ്ങൾ തിരുത്തൽവാദികളാണ്, ഇസ്ലാമിക ശരീഅത്തിലെ തറാവീഹ് നിസ്കാരം വെട്ടിച്ചുരുക്കിയവരാണ്, സുന്നത്ത് ജമാഅത്തിന്റെ പരിധിക്ക് പുറത്താണ് എന്നൊക്കെ കളിയാക്കാറുണ്ട്. അതുകൊണ്ടാണ് ആ വിഭാഗം തന്നെ അംഗീകരിക്കുന്ന 3 പണ്ഡിതന്മാരുടെ കിതാബുകളിൽ നിന്നുള്ള ഉദ്ധരണി ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നത്. ഒന്നാമതായി ശാഫിഈ മദ്ഹബിലെ അറിയപ്പെടുന്ന പണ്ഡിതനാണ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി. അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരി 4-ാം വാള്യം 205-ാമത്തെ പേജിൽ നിന്ന് വായിക്കുന്നു, വഅമ്മാ മാ റവാഹു ഇബ്നു അബീ ശൈബ മിൻ ഹദീസ് ഇബ്നു അബ്ബാസ്. ഇബ്നു അബീ ശൈബ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസ് ഏതാണത്? കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുസല്ലി ഫീ റമദാന 20 റക്അ വൽ വിത്ർ, റമദാനിൽ 20 റക്അത്തും വിത്റും നിസ്കരിച്ചിരുന്നു എന്നുള്ള റിപ്പോർട്ട് ഫൈസ്നാദുഹു ദഈഫുൻ, അതിന്റെ പരമ്പര ദുർബലമാണ്. തന്നെയുമല്ല വഖദ് ആറദഹു ഹദീസു ആയിഷത്ത, ആയിഷ ബീവിയുടെ മുമ്പ് പറഞ്ഞ ഹദീസിനോട് വൈരുദ്ധ്യവുമാണ്. ഏത് ഹദീസ്? ഹാദല്ലദീ ഫി സ്വഹീഹൈനി, ബുഖാരിയിലും മുസ്ലിമിലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അവിടുന്ന് റമദാനിലും അല്ലാത്ത കാലത്തും 11നേക്കാൾ അധികരിപ്പിക്കാറില്ലായിരുന്നുവെന്ന ബുഖാരിയിലെയും മുസ്ലിമിലെയും സഹീഹായ ഹദീസിനോട് നേരെ കടകവിരുദ്ധവുമാണ് ഇബ്നു അബീ ശൈബയുടെ ഈ റിപ്പോർട്ട്. തന്നെയുമല്ല മഅ കൗനിഹ, ആയിഷ ബീവിയാണത് പറഞ്ഞു തന്നിട്ടുള്ളത്. ആയിഷ ബീവി സാധാരണക്കാരിയല്ല, അവർ അഅലമു ബിഹാലിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലം മിൻ ഗൈരിഹാ, മറ്റുള്ള സ്ത്രീകളെ അപേക്ഷിച്ച്, മറ്റുള്ള സ്വഹാബ വനിതകളെ അപേക്ഷിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിലെ എല്ലാ സമയങ്ങളും വസ്തുനിഷ്ഠമായും കണിശമായും അറിയാവുന്ന ആളാണ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ. അവരാണ് പറഞ്ഞത് 11നേക്കാൾ അധികരിപ്പിക്കാറില്ലായിരുന്നുവെന്ന്. ആ ഹദീസിന് വിരുദ്ധമായി ഈ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ദുർബലമാണ്, സ്വീകാര്യോഗ്യമല്ല എന്ന് ഫത്ഹുൽ ബാരിയിൽ 4-ാം വാള്യം 205-ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇമാം സുയൂത്തി എന്ന് പറയുന്നത് ശാഫിഈ മദ്ഹബിലെ ഒരു പണ്ഡിതനാണ്. ജലാലൈനി എന്ന തഫ്സീർ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ആ ജലാലൈനി എന്ന തഫ്സീർ 2 ഗ്രന്ഥകർത്താക്കളാണ് എഴുതിയിട്ടുള്ളത്. 2 ആളുകൾ കൂടിയിട്ടാണ് ആ തഫ്സീർ എഴുതിയിട്ടുള്ളത്. ഒന്ന് ഇമാം ജലാലുദ്ദീൻ അൽ മഹല്ലി, മറ്റൊന്ന് ഇമാം ജലാലുദ്ദീൻ സുയൂത്തി. അതുകൊണ്ടാണ് ജലാലൈൻ, 2 ജലാലുകൾ ഒരുമിച്ച് കൂടി എഴുതിയ തഫ്സീർ. ആ തഫ്സീറിന്റെ ഒരു മുസന്നിഫിൽപ്പെട്ട ആളാണ് ജലാലുദ്ദീൻ സുയൂത്തി. ശാഫിഈ മദ്ഹബിലെ അംഗീകൃത പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹം ഈ ഹദീസ് ഉദ്ധരിച്ചതിന്റെ ശേഷം അൽ ഹാവിയിൽ ഫത്താവ, ഇതാണ് ആ കിതാബ്, അൽ ഹാവിയിൽ ഫത്താവ, ഇമാം സുയൂത്തിയുടെ ഈ കിതാബിൽ 1-ാം വാള്യം 347-ാമത്തെ പേജിൽ അദ്ദേഹം പറയുന്നു, ഹാദൽ ഹദീസു ലഈഫുൻ ജിദ്ദൻ, ഈ ഹദീസ് അങ്ങേയറ്റം ദുർബലമാണ്. ഏത് ഹദീസ്? നബി 20 നിസ്കരിച്ചു എന്ന് പറയുന്ന ഈ ഹദീസ്. ഖുൽതു, ഞാൻ പറയട്ടെ, ഹാദൽ ഹദീസു ദഈഫുൻ ജിദ്ദൻ, ഈ ഹദീസ് അങ്ങേയറ്റം ദുർബലമാണ്. ലാ തഖൂമു ബിഹി ഹുജ്ജത്തുൻ, ഇതുകൊണ്ട് തെളിവ് പറയാൻ പറ്റുകയില്ല എന്ന് അൽ ഹാവിയിൽ ഫത്താവ 1-ാം വാള്യം 347-ാമത്തെ പേജിൽ അദ്ദേഹവും പറയുന്നു. അദ്ദേഹം ശാഫിഈ മദ്ഹബിന്റെ ആളാണ്.
അത് ആലോചിച്ച് നോക്കേണ്ടത് ഇവരൊക്കെ തിരുത്തൽവാദികളാണോ? ഇവരൊക്കെ ഇസ്ലാമിക ശരീഅത്ത് വെട്ടിച്ചുരുക്കിയവരാണോ? അതിന് ചോദിക്കാൻ വേണ്ടിയും അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. അതേപോലെ 20 റക്അത്ത് നബി നിസ്കരിച്ചു എന്ന് പറയുന്ന മുഴുവൻ റിപ്പോർട്ടുകളും എടുത്തുദ്ധരിച്ച് അവയുടെ എല്ലാം ദുർബലത വ്യക്തമാക്കിയ ശേഷം ഇമാം സുയൂത്തി ഈ ഗ്രന്ഥത്തിൽ തന്നെ പറയുന്നു, ഫൽഹാസിലു അന്നൽ 20 റക്അ ലം തസ്ബുത് മിൻ ഫിഅലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആകെ ആറ്റിക്കുറുക്കി പരിശോധിച്ചു നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ അവിടുന്ന് 20 റക്അത്ത് നിസ്കരിച്ചതായി, റമദാനിലും അല്ലാത്ത കാലത്തും 11നേക്കാൾ നബി അധികരിപ്പിക്കാറുണ്ടായിരുന്നില്ല എന്ന റിപ്പോർട്ടിനോട് യോജിച്ചു വരുന്നത് ഇബ്നു ഹിബ്ബാൻ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതിലെന്താ ഉള്ളത്? നബി ആ 3 രാത്രിയും നിസ്കരിച്ചത് 11 റക്അത്തായിരുന്നു എന്നുള്ളതാണ്. എന്നിട്ട് ഇമാം സുയൂത്തി പറയുന്നു, ഇതുകൊണ്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വലൗ ഫഅലൽ 20 വലൗ മർറ, ജീവിതത്തിൽ ഒരു തവണയെങ്കിലും റസൂലുള്ളാഹി 20 നിസ്കരിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ അത് ആയിഷ ബീവിയെ സംബന്ധിച്ചിടത്തോളം അത് മറഞ്ഞ കാര്യമാകുമായിരുന്നില്ല. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവിടുന്ന് 20 റക്അത്ത് നിസ്കരിച്ചിരുന്നുവെങ്കിൽ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അത് കാണാതെ പോകുമായിരുന്നില്ല എന്ന് വിശദമായി തന്നെ ആ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ആ റിപ്പോർട്ടിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചുകൊണ്ട് അൽ ഹാബീബിൽ ഫത്താവ എന്ന ഇതേ ഗ്രന്ഥത്തിന്റെ 1-ാം വാള്യം 349-ാമത്തെ പേജിൽ ഇബ്നു ഹജർ ഇമാം സുയൂത്തിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി 3-മതൊരു പണ്ഡിതന്റെ കൂടി ഉദ്ധരണി പറഞ്ഞ് മതിയാക്കുകയാണ്. ഇബ്നു ഹജർ അൽ ഹൈതമി, അദ്ദേഹവും ശാഫിഈ മദ്ഹബിലെ അറിയപ്പെടുന്ന പണ്ഡിതനാണ്. ശാഫിഈ മദ്ഹബിൽ അറിയപ്പെടുന്ന ഫിഖ്ഹിന്റെ ഒരു ഗ്രന്ഥകർത്താവ് കൂടിയാണ് അദ്ദേഹം. തുഹ്ഫ എന്നൊരു ഗ്രന്ഥം ഇബ്നു ഹജർ അൽ ഹൈതമിയുടേതാണ്. പള്ളി ദർസുകളിൽ എല്ലാ മുസ്ലിയാക്കളും അംഗീകരിക്കുകയും എല്ലാവരും അംഗീകരിക്കുകയും ചെയ്യുന്നൊരു പണ്ഡിതനാണ് ഇബ്നു ഹജർ അൽ ഹൈതമി. അദ്ദേഹത്തിന് ഫത്താവൽ കുബ്ര എന്ന പേരിൽ ഒരു ഗ്രന്ഥങ്ങളുണ്ട്. ചോദ്യോത്തരങ്ങളാണ് ആ പുസ്തകങ്ങളിൽ മുഴുക്കെയുള്ളത്. ഒരുപാട് വാള്യങ്ങളുള്ള ഒരു ഗ്രന്ഥമാണത്. അതിന്റെ 1-ാം വാള്യം 194, 195 എന്നീ പേജുകളിൽ അദ്ദേഹത്തോടൊരു ചോദ്യമുണ്ട്. വസുഇല, ഇബ്നു ഹജർ തങ്ങൾ ചോദിക്കപ്പെട്ടു, ഹൽ സഹ, സഹീഹായി വന്നിട്ടുണ്ടോ, ഔ വറദ, അല്ലെങ്കിൽ വന്നിട്ടുണ്ടോ, അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലത്ത് തറാവീഹ 20 റക്അ, റസൂലുള്ളാഹ് 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, സഹീഹായി വന്നിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഫഅജാബ, ഇബ്നു ഹജർ അൽ ഹൈതമി ഉത്തരം നൽകി, ബിഖൗലിഹി ലം യസിഹ്ഹ ദാലിക, അത് ശരിയല്ല, സഹീഹായി നിലക്കത് വന്നിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. എന്നിട്ട് വഅമ്മാ മാ വറദ മിൻ തുറുഖിൻ, എന്നാൽ ചില പരമ്പരകളിലൂടെ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി ഫീ റമദാന 20 റക്അ വൽ വിത്ർ, നബി റമദാനിൽ 20 റക്അത്തും വിത്റും നിസ്കരിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന എല്ലാ റിപ്പോർട്ടുകളും ഫീ റിവായ സിയാദ ഫീ ഗൈരി ജമാഅ, ജമാഅത്തല്ലാതെ വീട്ടിൽ പോയിട്ട് ബാക്കി നിസ്കരിച്ചു എന്ന് പറയപ്പെടുന്ന റിപ്പോർട്ടുകളും ഫഹുവ ശദീദുൽ ളുഅഫി, അങ്ങേയറ്റത്തെ ദുർബലമാണ്. ഇസ്തദ്ദ കലാമുൽ അഇമ്മത്തി ഫീ അഹദി റുവാത്തിഹി, ആ ഹദീസിന്റെ റിപ്പോർട്ടർമാരിൽ ഒരാളെ സംബന്ധിച്ച് മുസ്ലിം ലോക പണ്ഡിതന്മാർ ശക്തമായി ശകാരം നടത്തിയിട്ടുണ്ട്. അയാൾ യോഗ്യനല്ല എന്നും വമിൻഹു അന്നഹു യർവി ഫിൽ മൗദൂആത്തി, കള്ള ഹദീസുകൾ ഉദ്ധരിക്കലാണ് അയാളുടെ പണി എന്ന് വരെ ആ ഹദീസിന്റെ പരമ്പരയിലുള്ള ഒരാളെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇനിയും അദ്ദേഹം തുടരുകയാണ്, വമിമ്മാ യറുദ്ദുഹു, തന്നെയുമല്ല റസൂലുള്ളാഹി 20 നിസ്കരിച്ചു എന്ന് പറയുന്ന ഹദീസുകൾക്ക് ഖണ്ഡനമാണ് മാ സഹ്ഹ അൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ, ആയിഷ ബീവിയിൽ നിന്നതാ സഹീഹായി വന്നിരിക്കുന്നു, ലം യസിദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ റമദാന വലാ ഫീ ഗൈരിഹി അലാ 11 റക്അ, റമദാനിലും അല്ലാത്ത കാലത്തും 11നേക്കാൾ നബി വർദ്ധിപ്പിച്ചിട്ടില്ല എന്ന റിപ്പോർട്ടും ഈ വാദത്തെ ഖണ്ഡിച്ചു തള്ളുന്നു എന്ന് പറഞ്ഞ് അവസാനം അദ്ദേഹം ആ ചർച്ച അവസാനിപ്പിക്കുന്നത് നഅം, തന്നെയുമല്ല റവാ ഇബ്നു ഹുസൈമ വഹിബ്ബാൻ, ഇബ്നു ഹുസൈമയും ഇബ്നു ഹിബ്ബാനും അവരുടെ സഹീഹുകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സല്ലല്ലാ ബിഹിം 8 റക്അത്തിൻ സുമ്മ ഔതറ, 8ഉം 3ഉം 11 നിസ്കരിച്ചത്, പിന്നെയും അവർ കാത്തിരുന്നപ്പോൾ നബി നിസ്കരിക്കാൻ പുറപ്പെടുകയുണ്ടായില്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. ഇത് ഫത്താവൽ കുബ്രയിൽ 1-ാം വാള്യം 194, 195 പേജിലുണ്ട്. ഇത് ഞാൻ പറഞ്ഞത് 3 പണ്ഡിതന്മാരും ഇവരാരും മുജാഹിദ് മൗലവിമാരല്ല. സെൽസബീരിൽ പറഞ്ഞതോ കെ.എം. മൗലവി പറഞ്ഞതോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞ ഒരു റിപ്പോർട്ടുകളല്ല പറഞ്ഞത്. ശാഫിഈ മദ്ഹബിലെ അംഗീകരിക്കപ്പെടുന്ന പണ്ഡിതന്മാരാണ് പറഞ്ഞത്. റസൂൽ 20 നിസ്കരിച്ചു എന്ന് പറയുന്ന ഒറ്റൊന്നും ശരിയല്ല.
എല്ലാം വാറോലകളാണ് എന്നവരുടെ പണ്ഡിതന്മാര് തന്നെ, ഞാൻ ആ കിതാബിന്റെ വാള്യവും പേജ് നമ്പറും പറയുന്നത് പ്രത്യേകം ആവശ്യമുള്ള കിതാബ് നോക്കാൻ അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ അവർ നോക്കി പരിശോധിച്ച് ഉറപ്പുവരുത്താൻ വേണ്ടി